ഇന്ത്യൻ നിയമപ്രകാരം കേരള ലോട്ടറിയെ ചൂതാട്ടം, മദ്യം എന്നിവയുമായാണ് ബാലൻസ് ചെയ്തിരിക്കുന്നത്. അതിനാൽ പുകയില, പാൻ മസാല, ഗുഡ്ക തുടങ്ങിയ സിൻ ഗുഡ്സ്, അതായത് പാപകരമായ വസ്തുക്കൾക്കൊപ്പം ലോട്ടറികളെ ഉൾപ്പെടുത്തുകയും 40% GST ഏർപ്പെടുത്തുകയും ചെയ്തത് സ്വാഭാവികം മാത്രമാണ്. ഭാഗ്യവശാൽ കേരള ലോട്ടറികളെ സംബന്ധിച്ചിടത്തോളം GSTയിലെ ഒരു വർധനവും അതിന്റെ ജനപ്രീതിയെ മങ്ങിക്കുന്നില്ല. ലോട്ടറി ഒട്ടും പ്രൈസ് സെൻസിറ്റീവ് അല്ല. ടിക്കറ്റ് വില വർദ്ധിപ്പിച്ചപ്പോഴും വിൽപ്പന വർദ്ധിച്ചുകൊണ്ടിരുന്നു. വരുമാനത്തിലും അതുതന്നെയാണ്. 2019-20നും 2023-24നും ഇടയിൽ 26% വളർച്ചയുണ്ടായി. അപ്പോൾ ചോദ്യം ഇതാണ്: ലോട്ടറി പാവപ്പെട്ടവന്റെ കാശ് കളയുന്ന ചൂതാട്ടമാണോ? പാവപ്പെട്ടവനെ ഊറ്റിയെടുക്കുന്ന സർക്കാർ വരുമാനമാണോ ലോട്ടറികൾ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് കേരള ലോട്ടറിയുടെ കഥയാകാം. കേരളത്തിന്റെ സാമ്പത്തിക ചരിത്രത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു അധ്യായമാണ് കേരള ലോട്ടറി. 1967ലാണ് ഈ വലിയ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി ഒരു സർക്കാർ ലോട്ടറി ആരംഭിക്കുന്നത് കേരളത്തിലാണ്. അന്ന് കേരളം ഭരിച്ചിരുന്നത് EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള സപ്തകക്ഷി മുന്നണിയായിരുന്നു. അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന PK കുഞ്ഞുസാഹിബാണ് ലോട്ടറി എന്ന ആശയം മുന്നോട്ട് വെച്ചത്. സംസ്ഥാനത്തിന് നികുതി ഇതര വരുമാനം ഉണ്ടാക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. ഒപ്പം പാവപ്പെട്ടവർക്ക് ഒരു തൊഴിൽ മാർഗം നൽകുക എന്നതും സർക്കാരിന്റെ മുന്നിൽ ഉണ്ടായിരുന്നു. 1967 നവംബർ 1-ന് ലോട്ടറി വകുപ്പ് ഔദ്യോഗികമായി രൂപീകരിച്ചു. തിരുവനന്തപുരം വികാസ് ഭവനിലായിരുന്നു ആദ്യ ഓഫീസ്. ലോട്ടറി ഡയറക്ടർ എന്ന തസ്തിക സൃഷ്ടിച്ചു. 1968 ജനുവരി 26-ന് റിപ്പബ്ലിക് ദിനത്തിലാണ് ആദ്യത്തെ നറുക്കെടുപ്പ് നടന്നത്. അന്ന് ലോട്ടറി ടിക്കറ്റിന്റെ വില 1 രൂപയായിരുന്നു. ഒന്നാം സമ്മാനം 50,000 രൂപയും. അക്കാലത്ത് 50,000 രൂപ എന്നത് വലിയൊരു തുകയായിരുന്നു. ജനങ്ങൾ വലിയ ആവേശത്തോടെയാണ് ലോട്ടറിയെ സ്വീകരിച്ചത്. കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊരു പുതിയ അനുഭവമായിരുന്നു. ആദ്യത്തെ നറുക്കെടുപ്പ് വലിയ വിജയമായി മാറി. തുടക്കത്തിൽ വളരെ കുറച്ച് ടിക്കറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ജനങ്ങളുടെ ആവശ്യപ്രകാരം ടിക്കറ്റുകളുടെ എണ്ണം കൂട്ടി. കേരളം തുടങ്ങിവെച്ച ഈ മാതൃക പിന്നീട് മറ്റ് പല സംസ്ഥാനങ്ങളും പിന്തുടർന്നു. തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളും സ്വന്തമായി ലോട്ടറി തുടങ്ങി. എങ്കിലും കേരള ലോട്ടറിയുടെ വിശ്വാസ്യത അവർക്കൊന്നും ലഭിച്ചില്ല. സുതാര്യമായ നറുക്കെടുപ്പും കൃത്യമായ സമ്മാന വിതരണവും കേരള ലോട്ടറിയെ ജനപ്രിയമാക്കി. കാലം കടന്നുപോയപ്പോൾ ലോട്ടറി വകുപ്പ് വളർന്നു പന്തലിച്ചു. ഇന്ന് കേരളത്തിൽ എല്ലാ ദിവസവും നറുക്കെടുപ്പുണ്ട്. 7 ദിവസവും 7 തരം ലോട്ടറികൾ. വിൻവിൻ, സ്ത്രീശക്തി, അക്ഷയ, കാരുണ്യ പ്ലസ്, നിർമ്മൽ, കാരുണ്യ, 50-50 എന്നിങ്ങനെയാണ് അവയുടെ പേരുകൾ. കൂടാതെ ഓണം, ക്രിസ്മസ്, വിഷു, പൂജ തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ ബമ്പർ ലോട്ടറികളും ഇറക്കുന്നു. ബമ്പർ ലോട്ടറികളുടെ സമ്മാനത്തുക കോടികളാണ്. തിരുവോണം ബമ്പർ 25 കോടി രൂപ വരെ ഒന്നാം സമ്മാനം നൽകുന്നു. ഇത് കേൾക്കുമ്പോൾ ആരും ഒന്ന് മോഹിച്ചു പോകും. ലോട്ടറി വിൽപ്പനയിലൂടെ സർക്കാർ ലക്ഷ്യമിട്ടത് 2 കാര്യങ്ങളാണ്. 1 സർക്കാരിന് വരുമാനം, 2 പാവപ്പെട്ടവർക്ക് തൊഴിൽ. ഇന്ന് 1 ലക്ഷത്തിലധികം ലോട്ടറി ഏജന്റുമാർ കേരളത്തിലുണ്ട്. വഴിയോരങ്ങളിലും കടകളിലും ലോട്ടറി വിറ്റ് ജീവിക്കുന്നവർ നിരവധിയാണ്. വികലാംഗരും രോഗികളും പ്രായമായവരും ഇതിൽ ഉൾപ്പെടുന്നു. അവർക്കിതൊരു അത്താണിയാണ് എന്നത് സത്യമാണ്. ലോട്ടറി വിറ്റ് കിട്ടുന്ന കമ്മീഷൻ കൊണ്ടാണ് പല കുടുംബങ്ങളും കഴിയുന്നത്. ഇനി നമുക്ക് സാമ്പത്തിക കാര്യങ്ങളിലേക്ക് കടക്കാം. കേരള സർക്കാരിന്റെ വരുമാനത്തിൽ ലോട്ടറിക്ക് വലിയൊരു പങ്കുണ്ട്. നികുതിയേതര വരുമാനം, അതായത് നോൺ ടാക്സ് റവന്യൂ എന്ന വിഭാഗത്തിലാണ് ലോട്ടറി വരുമാനം വരുന്നത്. ഇതിൽ സിംഹഭാഗവും ലോട്ടറിയിൽ നിന്നാണ് ലഭിക്കുന്നത്. ലോട്ടറി തുടങ്ങിയ 67-68 കാലഘട്ടത്തിൽ വെറും 20 ലക്ഷം രൂപയായിരുന്നു മൊത്തം വരുമാനം. എന്നാൽ ഇന്നത്തെ സ്ഥിതി വളരെ വ്യത്യസ്തമാണ്. 2022-23 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 11,892 കോടി രൂപയായിരുന്നു ലോട്ടറിയിൽ നിന്നുള്ള മൊത്തം വരുമാനം. 2023-24 വർഷത്തിൽ ഇത് വീണ്ടും വർദ്ധിച്ചു. ഏകദേശം 12,530 കോടി രൂപയോളം വരുമാനം ലഭിച്ചതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒരു വർഷം കൊണ്ട് 500-ലധികം കോടി രൂപയുടെ വർധനവുണ്ടായി. ഈ കണക്കുകൾ കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാം. മദ്യവിൽപ്പനയും ലോട്ടറി വിൽപ്പനയുമാണ് കേരളത്തിന്റെ വരുമാനത്തിന്റെ നട്ടെല്ല് എന്ന് പറയാറുണ്ട്. സർക്കാരിന്റെ മൊത്തം വരുമാനത്തിന്റെ ഏകദേശം 25% വരുന്നത് മദ്യത്തിൽ നിന്നും ലോട്ടറിയിൽ നിന്നുമാണ്. ഇത്രയും വലിയ തുക ലഭിക്കുന്നതുകൊണ്ട് സർക്കാരിന് പല വികസന പ്രവർത്തനങ്ങളും നടത്താൻ കഴിയും. ലോട്ടറി വരുമാനത്തിൽ GST, അതായത് ചരക്ക് സേവന നികുതി, ഒരു പ്രധാന ഘടകമാണ്. ഇത് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും വീതിച്ചാണ് നൽകുന്നത്. 2022-23 വർഷത്തിൽ മാത്രം ഏകദേശം 1,660 കോടി രൂപ GST ഇനത്തിൽ നിന്ന് ലോട്ടറിയിൽ ലഭിച്ചു. ലോട്ടറിയുടെ മുഖവിലയുടെ 12% GST. പിന്നീട് അത് 28%. ഇപ്പോൾ അത് 40%. ലോട്ടറിയിൽ നിന്നുള്ള ലാഭത്തിന് പുറമെയാണിത്. സംസ്ഥാനത്തിന് ലഭിക്കുന്ന നികുതി വിഹിതം റോഡുകൾ, പാലങ്ങൾ, സ്കൂളുകൾ എന്നിവയുടെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നതായി പറയപ്പെടുന്നു. എങ്ങോട്ടാണ് ഈ പണം പോകുന്നത് എന്ന് പലർക്കും ഒരു സംശയമുണ്ടാകാം. സർക്കാരിന് കിട്ടുന്ന ഈ 12,000 കോടി രൂപ മുഴുവൻ ലാഭമാണോ? അല്ല. ഇതിൽ വലിയൊരു ഭാഗം സമ്മാനമായി തന്നെ തിരിച്ചു നൽകുന്നു. ഒന്നാം സമ്മാനം മാത്രമല്ല, ആയിരക്കണക്കിന് ചെറിയ സമ്മാനങ്ങളും ഓരോ നറുക്കെടുപ്പിലും ഉണ്ട്. ലോട്ടറി വരുമാനത്തിന്റെ വലിയൊരു ശതമാനം ഇങ്ങനെ സമ്മാനമായി ജനങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടുന്നു. പിന്നെ ചിലവാകുന്നത് ഏജന്റുമാരുടെ കമ്മീഷനാണ്. ടിക്കറ്റ് വിൽക്കുന്ന പാവപ്പെട്ട ഏജന്റുമാർക്ക് കിട്ടുന്ന കമ്മീഷൻ അവരുടെ ജീവിതമാർഗമാണ്. ടിക്കറ്റ് അച്ചടി, പരസ്യം, ഉദ്യോഗസ്ഥരുടെ ശമ്പളം, വിതരണം എന്നിവയ്ക്കും പണം ചിലവാകുന്നു.
ഇതെല്ലാം കഴിച്ച് ബാക്കി വരുന്ന തുക അഥവാ ലാഭമാണ് സർക്കാരിന്റെ ഖജനാവിലേക്ക് എത്തുന്നത്. കേരള ലോട്ടറിയുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ഏടാണ് കാരുണ്യ ലോട്ടറി. 2011 UDF സർക്കാരിന്റെ കാലത്താണ് KM മാണി കാരുണ്യ ബെനവലന്റ് ഫണ്ട് പ്രഖ്യാപിച്ചത്. മാരക രോഗങ്ങൾ ബാധിച്ച പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സാ സഹായം നൽകുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ലോട്ടറിയിൽ നിന്ന് കിട്ടുന്ന ലാഭം ഇതിനായി ഉപയോഗിക്കും എന്ന് സർക്കാർ പറഞ്ഞു. ഇത് ലോട്ടറിക്ക് ഒരു മാനുഷിക മുഖം നൽകി. ലോട്ടറി എടുക്കുന്നത് ഒരു ചൂതാട്ടം എന്നതിലുപരി ഒരു പുണ്യപ്രവൃത്തിയായി ജനം കണ്ടു തുടങ്ങി. ഞാൻ ടിക്കറ്റ് എടുത്താൽ അത് ഒരു രോഗിക്ക് സഹായമാകും എന്ന ചിന്ത പലരിലും ഉണ്ടായി. ലോട്ടറിക്ക് നല്ലൊരു വശം ഉണ്ടെങ്കിലും അതിനേക്കാൾ വലിയ ഇരട്ട വശം കൂടിയുണ്ട്. ലോട്ടറി വലിയൊരു സാമൂഹിക വിപത്തായി മാറിയിരിക്കുന്നു എന്നതാണ് സത്യം. പല കോണുകളിൽ നിന്നും ഇതിനെതിരെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. സാമ്പത്തിക വിദഗ്ധരും സാമൂഹിക പ്രവർത്തകരും ഇതിനെ ശക്തമായി എതിർക്കുന്നു. ലോട്ടറിയുടെ മറവിൽ നടക്കുന്ന ചൂഷണങ്ങളെക്കുറിച്ച് നാം അറിയേണ്ടതുണ്ട്. കേരളത്തിൽ ലോട്ടറി എടുക്കുന്നതിൽ ഭൂരിഭാഗവും പാവപ്പെട്ടവരാണ്. കൂലിപ്പണിക്കാരും ഓട്ടോ ഡ്രൈവർമാരും ചെറുകിട കച്ചവടക്കാരുമാണ് ലോട്ടറിയുടെ പ്രധാന ഉപഭോക്താക്കൾ. ഒരു ദിവസം അധ്വാനിച്ച് കിട്ടുന്ന പണത്തിന്റെ വലിയൊരു പങ്കും ഇവർ ലോട്ടറി കടകളിൽ നൽകുന്നു. വലിയ പണക്കാർ ആരും ക്യൂ നിന്ന് ലോട്ടറി എടുക്കാറില്ല. 1000 രൂപ കൂലി കിട്ടുന്ന ഒരാൾ 200 രൂപയുടെ ലോട്ടറി എടുക്കുന്നു. മാസം കണക്കാക്കിയാൽ 6000 രൂപ ലോട്ടറിക്ക് വേണ്ടി ചെലവാക്കുന്നു. ഇത് അവരുടെ കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കുന്നു. ഭക്ഷണത്തിനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ഉപയോഗിക്കേണ്ട പണമാണ് ഭാഗ്യപരീക്ഷണത്തിന് വേണ്ടി കളയുന്നത്. ഫലത്തിൽ പാവപ്പെട്ടവന്റെ കീശയിൽ നിന്ന് പണമെടുത്ത് സർക്കാർ ഖജനാവ് വീർപ്പിക്കുന്നു. പാവപ്പെട്ടവനെ സഹായിക്കാൻ പാവപ്പെട്ടവനെ തന്നെ ചൂഷണം ചെയ്യുന്ന രീതിയാണിത്. മദ്യം വിറ്റും ലോട്ടറി വിറ്റും പണം ഉണ്ടാക്കുന്ന വികസന മാതൃക ലജ്ജാകരമാണ്. ലോട്ടറി എന്നത് മദ്യം പോലെ തന്നെ ഒരു ലഹരിയാണ്. ഒരിക്കൽ ഇതിൽ പെട്ടുപോയാൽ തിരിച്ചു വരാൻ പാടാണ്. ഇന്ന് കിട്ടിയില്ലെങ്കിൽ നാളെ കിട്ടും എന്ന പ്രതീക്ഷയാണ് ഇവരെ നയിക്കുന്നത്. ഓരോ ദിവസവും അവർ പുതിയ ടിക്കറ്റുകൾ എടുക്കുന്നു. കടം വാങ്ങിയും സ്വർണം പണയം വെച്ചും ലോട്ടറി എടുക്കുന്നവരുണ്ട്. ലോട്ടറി ലഹരി മൂലം ആത്മഹത്യ ചെയ്തവർ കേരളത്തിൽ നിരവധിയാണ്. കുടുംബവഴക്കും ദാരിദ്ര്യവും ഇതിന്റെ ഫലമായി ഉണ്ടാകുന്നു. സൈക്യാട്രിസ്റ്റുകൾ ഇതിനെ ചൂതാട്ടഭ്രമം അഥവാ ഗാംബ്ലിംഗ് അഡിക്ഷൻ എന്നാണ് വിളിക്കുന്നത്. ഇതിന് ചികിത്സ ആവശ്യമാണ്. എന്നാൽ സർക്കാർ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കേരള ലോട്ടറിയുടെ ചരിത്രത്തിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒന്നാണ് അന്യസംസ്ഥാന ലോട്ടറികൾ. 2000കളിൽ സിക്കിം, ഭൂട്ടാൻ തുടങ്ങിയ പേരുകളിൽ അന്യസംസ്ഥാന ലോട്ടറികൾ കേരളത്തിൽ ഒഴുകി. സാന്റിയാഗോ മാർട്ടിനെ പോലുള്ള ലോട്ടറി രാജാക്കന്മാർ കേരളത്തിലെ പണം കൊള്ളയടിച്ചു. ഒരു ദിവസം തന്നെ പല നറുക്കെടുപ്പുകൾ നടത്തി അവർ ജനങ്ങളെ പറ്റിച്ചു. ഇതിനെതിരെ വലിയ ജനരോഷം ഉയർന്നു. VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് ഇതിനെതിരെ ശക്തമായ നടപടികൾ എടുത്തു. ഒടുവിൽ കോടതി ഇടപെട്ടാണ് അന്യസംസ്ഥാന ലോട്ടറികളെ നിയന്ത്രിച്ചത്. എങ്കിലും നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് അവർ തിരിച്ചു വരാൻ ശ്രമിക്കുന്നുണ്ട്. ലോട്ടറിയെക്കുറിച്ച് എപ്പോഴും കേൾക്കുന്ന ഒരു പരാതിയാണ് സമ്മാനത്തുക ലഭിക്കുന്നില്ല എന്നത്. പലപ്പോഴും ഒന്നാം സമ്മാനം അടിച്ച ടിക്കറ്റ് വിൽക്കാത്ത ടിക്കറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ആരും ഹാജരാക്കില്ല. ഇത് വലിയ സംശയങ്ങൾക്ക് ഇടയാക്കുന്നു. കോടികൾ സമ്മാനം പ്രഖ്യാപിക്കുമ്പോൾ അത് ആർക്കാണ് കിട്ടുന്നത് എന്ന് അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. ലോട്ടറി വകുപ്പിലെ അഴിമതിയെക്കുറിച്ച് പലപ്പോഴും വാർത്തകൾ വരാറുണ്ട്. സുതാര്യത ഉണ്ടെന്ന് സർക്കാർ പറയുമ്പോഴും കാര്യങ്ങൾ അത്ര വെടിപ്പല്ല. ലോട്ടറിയുടെ ജനപ്രീതി മുതലെടുത്ത് തട്ടിപ്പുകാരും രംഗത്തുണ്ട്. അടുത്ത കാലത്തായി വ്യാജ ലോട്ടറികൾ പിടികൂടുന്നത് പതിവാണ്. കളർ ഫോട്ടോസ്റ്റാറ്റ് എടുത്തും വ്യാജ ടിക്കറ്റുകൾ അച്ചടിച്ചും പാവങ്ങളെ പറ്റിക്കുന്ന സംഘങ്ങളുണ്ട്. കൂടാതെ സ്വന്തം നിലയിൽ ലോട്ടറി നടത്തുന്നവരുമുണ്ട്. അടുത്തിടെ വീടും സ്ഥലവും സമ്മാനമായി പ്രഖ്യാപിച്ച് കൂപ്പൺ വിറ്റ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇത്തരം തട്ടിപ്പുകൾ കൂടാൻ കാരണം സർക്കാരിന്റെ ലോട്ടറി സംസ്കാരമാണ്. ജനങ്ങൾ എളുപ്പത്തിൽ പണം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. അത് തട്ടിപ്പുകാർ മുതലെടുക്കുന്നു. 30 രൂപ ഉണ്ടായിരുന്ന ടിക്കറ്റിന് ഇപ്പോൾ 40 രൂപയും 50 രൂപയുമായി. ബമ്പർ ടിക്കറ്റുകളുടെ വില 500ഉം 1000ഉമായി. വില കൂടിയാലും ജനം ലോട്ടറി എടുക്കുന്നത് നിർത്തുന്നില്ല. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ നികുതിയുടെ കാര്യത്തിൽ തർക്കങ്ങൾ നടക്കുന്നു. ടിക്കറ്റ് വില കൂടിയത് സാധാരണക്കാരനെയാണ് ബാധിക്കുന്നത്. കേരളത്തിൽ തൊഴിലില്ലായ്മ വളരെ കൂടുതലാണ്. അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് ജോലിയില്ല. ഈ അവസരത്തെ സർക്കാർ ചൂഷണം ചെയ്യുന്നു. ലോട്ടറി വിൽപ്പനയെ ഒരു തൊഴിലായി മഹത്വവൽക്കരിക്കുന്നു. ലോട്ടറി വിറ്റ് ജീവിക്കുന്നത് ഒരു ഗതികേടാണ്. അതൊരു നല്ല സാമ്പത്തിക മാതൃകയല്ല. ഉൽപാദന മേഖലയിൽ തൊഴിൽ നൽകാൻ സർക്കാരിന് കഴിയുന്നില്ല. പകരം ലോട്ടറി ടിക്കറ്റ് വിൽക്കാൻ ജനങ്ങളെ തെരുവിലിറക്കുന്നു. ലോട്ടറി ഏജന്റുമാരുടെ ജീവിതവും അത്ര സുഖകരമല്ല. ഭൂരിഭാഗം ഏജന്റുമാരും കടക്കെണിയിലാണ്. ബാക്കി വരുന്ന ടിക്കറ്റുകൾ അവർ തന്നെ എടുക്കേണ്ടി വരുന്നു. ലോട്ടറി ഭ്രമം മൂലം തകർന്ന കുടുംബങ്ങളുടെ കഥകൾ കരളലിയിക്കുന്നതാണ്. ഭർത്താവിന്റെ ലോട്ടറി ഭ്രമം കാരണം പട്ടിണിയിലായ ഭാര്യമാരും കുട്ടികളുമുണ്ട്. ദിവസവും വഴക്കും ബഹളവുമായിരിക്കും ആ വീടുകളിൽ. ലോട്ടറിക്ക് പണം കണ്ടെത്താൻ മോഷണം നടത്തുന്നവർ വരെയുണ്ട്. സമൂഹം ഇതിനെ ഗൗരവമായി കാണുന്നില്ല. ലോട്ടറി അടിച്ചവരുടെ ആഘോഷങ്ങൾ മാത്രമാണ് മാധ്യമങ്ങൾ കാണിക്കുന്നത്. തോറ്റവരുടെ കരച്ചിൽ ആരും കേൾക്കുന്നില്ല. ഓരോ ബമ്പർ നറുക്കെടുപ്പും കഴിയുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് നിരാശരാകുന്നത്. ലോട്ടറിയെ വളർത്തുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. പത്രങ്ങളിലും ചാനലുകളിലും ലോട്ടറി ഫലങ്ങൾ വലിയ പ്രാധാന്യത്തോടെ നൽകുന്നു. ബമ്പർ അടിച്ചയാളുടെ അഭിമുഖം ദിവസങ്ങളോളം ആഘോഷിക്കുന്നു. ഇത് കണ്ട് മറ്റുള്ളവർക്ക് ആഗ്രഹം കൂടുന്നു. തനിക്കും ഒരിക്കൽ അടിക്കും എന്ന് അവർ വിശ്വസിക്കുന്നു. ലോട്ടറി വകുപ്പിന്റെ പരസ്യ വരുമാനം പേടിച്ച് മാധ്യമങ്ങൾ ഇതിനെതിരെ മിണ്ടുന്നില്ല. ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട മാധ്യമങ്ങൾ അവരെ കുഴിയിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. ലോട്ടറി പരസ്യങ്ങളിൽ മയങ്ങിപ്പോകുന്ന സാധാരണക്കാരാണ് ഇതിന്റെ ഇരകൾ. കുട്ടികളിലും ലോട്ടറി സ്വാധീനം ചെലുത്തുന്നുണ്ട്.
അച്ഛനും അമ്മയും ലോട്ടറി എടുക്കുന്നത് കണ്ട് കുട്ടികളും അത് ശീലിക്കുന്നു. പണം അധ്വാനിച്ചുണ്ടാക്കേണ്ടതാണ് എന്ന ചിന്ത അവർക്ക് നഷ്ടപ്പെടുന്നു. ഭാഗ്യം കൊണ്ട് പണക്കാരനാകാം എന്ന തെറ്റായ ധാരണ അവരിൽ വളരുന്നു. ഇത് ഭാവി തലമുറയെ മടിയന്മാരാക്കും. കഠിനാധ്വാനത്തിന്റെ വില കൽപ്പിക്കാത്ത ഒരു സമൂഹമായി കേരളം മാറും. സ്കൂൾ കുട്ടികൾ പോലും പോക്കറ്റ് മണി ഉപയോഗിച്ച് ലോട്ടറി എടുക്കുന്ന സാഹചര്യമുണ്ട്. ലോട്ടറി പൂർണ്ണമായും നിരോധിക്കാൻ സർക്കാരിന് കഴിയില്ലായിരിക്കാം. കാരണം അത് സർക്കാരിന്റെ പ്രധാന വരുമാന മാർഗമാണ്. എന്നാൽ ഇതിന് നിയന്ത്രണങ്ങൾ അത്യാവശ്യമാണ്. ഒരാൾക്ക് എടുക്കാവുന്ന ടിക്കറ്റുകളുടെ എണ്ണത്തിൽ നിയന്ത്രണം വേണം. ഓൺലൈൻ ലോട്ടറികൾ കർശനമായി തടയണം. ലോട്ടറി വിൽപ്പന കേന്ദ്രങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണം. സ്കൂളുകളുടെയും ആരാധനാലയങ്ങളുടെയും അടുത്ത് ലോട്ടറി വിൽക്കാൻ അനുവദിക്കരുത്. ബോധവൽക്കരണം ശക്തമാക്കണം. ലോട്ടറി ഒരു വിനോദം മാത്രമാണെന്നും അത് ജീവിതമാർഗമല്ലെന്നും ജനങ്ങളെ പഠിപ്പിക്കണം. കേരള ലോട്ടറിക്ക് രണ്ട് മുഖങ്ങളുണ്ട്. ഒന്ന് കാരുണ്യത്തിന്റെ മുഖം, രണ്ട് ചൂഷണത്തിന്റെ മുഖം. 1967 PK കുഞ്ഞുസാഹിബ് തുടങ്ങി വെച്ചപ്പോൾ അത് നല്ലൊരു ലക്ഷ്യത്തോടെയായിരുന്നു. എന്നാൽ ഇന്നത് വഴിമാറി സഞ്ചരിക്കുന്നു. പാവപ്പെട്ടവന്റെ പണം പിടുങ്ങാനുള്ള ഒരു യന്ത്രമായി ലോട്ടറി മാറി. ആയിരക്കണക്കിന് കോടികൾ വിറ്റുവരവ് നടക്കുമ്പോൾ നഷ്ടം സംഭവിക്കുന്നത് സാധാരണക്കാരനാണ്. സർക്കാർ ഒരു കച്ചവടക്കാരനെ പോലെ പെരുമാറരുത്. ജനങ്ങളുടെ ക്ഷേമമാണ് സർക്കാരിന്റെ ലക്ഷ്യം. മദ്യവും ലോട്ടറിയും വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് വികസനം നടത്തുന്നതിൽ അർത്ഥമില്ല. സമൂഹത്തിൽ ലോട്ടറി ഉണ്ടാക്കുന്ന മുറിവുകൾ ആഴത്തിലുള്ളതാണ്. അതുണങ്ങാൻ സമയമെടുക്കും. ലോട്ടറി വിമുക്തമായ ഒരു കേരളം സ്വപ്നം കാണാൻ കഴിയുമോ എന്ന് അറിയില്ല. എങ്കിലും ഈ ചൂഷണത്തിനെതിരെ ശബ്ദം ഉയർത്തേണ്ടത് അത്യാവശ്യമാണ്. ഭാഗ്യത്തിന് പുറകെ പോകാതെ കർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരു ജനതയെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ ലോട്ടറിയുടെ സ്വന്തം നാട് എന്ന പേര് നമുക്ക് അപമാനമായി മാറും. വരും തലമുറ നമ്മളെ കുറ്റപ്പെടുത്താതിരിക്കാൻ ഇപ്പോഴേ ചിന്തിച്ചു തുടങ്ങാം.